കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം അഞ്ചൽ ചന്തമുക്ക് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്തിന്റെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും LDFന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് അഞ്ചലിൽ LDFന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം നടത്തിയത്. യോഗത്തിന്റെ ഉദ്ഘാടനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ നിർവഹിച്ചു. എന്ന് പറയുമ്പോൾ അത് നൽകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നില്ല. കേന്ദ്രം അതിന് മുഖത്തിരിഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയുള്ള കേരളത്തിന് അർഹതപ്പെട്ട ആവശ്യങ്ങൾ നേടി എടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ പോരാടുന്നത് എന്ന് നമ്മൾ കാണണം. കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ കാത്തിരുന്നു. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ ഈ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഇട കിട്ടുമോ എന്നതാണ് നമ്മൾ നോക്കിയത്. ആകെ പരിധി നോക്കിയാലും ആ ബഡ്ജറ്റിനകത്ത് കേരളം എന്നൊരു പദമില്ല. അതാണ് പ്രത്യേകത. മൊത്തം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കി, കേരളം എന്നൊരു പദമേ ഇല്ല. ഇന്ത്യ ഭൂപടത്തിൽ കേരളം ഇല്ല എന്ന് തോന്നുന്ന ഒരു അമേരിക്കൻ സാഹിബ് ഈ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് എടുത്ത് അവതരിപ്പിച്ചാൽ കേരളം ഉണ്ടെന്ന് തോന്നില്ല. കേരളം പോട്ടെ, രാജ്യത്ത് തൊഴിലാളി എന്നൊരു പദമേ അതിനകത്തില്ല. തൊഴിലാളി എന്നൊരു പദമില്ല. കേരളം എന്നൊരു പദമില്ല അതിനകത്ത്. കാരണം കോർപ്പറേറ്റ് 5 അവിടെ നികുതി 30, 22 കുറച്ചു. അവർക്ക് ആശ്വാസം. തൊഴിലാളി എന്നൊരു പദമില്ല, അവരൊരു കാര്യമില്ല. കേരളം എന്നൊരു പദമില്ല. കേരളത്തിന് ഒരു പ്രശ്നവും ആ ബഡ്ജറ്റിനകത്തില്ല. എന്നാൽ അതിനുവേണ്ടി ഒരു സമരം ഡൽഹിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം വേണ്ട. ഈ കേരളത്തോട് കാട്ടിയ അവഗണനയ്ക്ക് എതിരായി UDFിൽ നിന്ന് 19 പേരാണ് ജയിച്ചത്. അതിൽ ഒരാൾ ഇടതുപക്ഷത്തേക്ക് ചേർന്നു. ഇനി 18 പേരാണ് ആരോടൊപ്പം ഉള്ളത്? UDFിനോട്. ഈ 18 പേർ ഒറ്റയ്ക്ക് UDFിന്റെ ലേബലിൽ ഒരു സമരം ഈ കേരള അവഗണനയ്ക്കെതിരായി നടത്താൻ അവർ തയ്യാറായിട്ടുണ്ടോ? നമ്മളോടൊപ്പം വേണ്ട, നമ്മൾ തൊട്ടുകൂടാത്തവരാണ്. പക്ഷെ നമ്മളോടൊപ്പം LDF നേതാക്കളായ VS സതീഷ്, അജാസ്, ഷിജു, സുജേഷ്, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സജീവ്, അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സൂരജ്, പഞ്ചായത്ത് മെമ്പർമാരായ ആനി ബാബു, അനുജ, ബ്ലോക്ക് മെമ്പർ മായാകുമാരി, CPM നേതാക്കളായ രഞ്ജു സുരേഷ്, സുജ ചന്ദ്രബാബു, CPI നേതാക്കളായ ലിനു ജമാൽ, ഗിരിജ മുരളി, ബിന്ദു മുരളി തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധാവണി, കുട്ടിമുണ്ട്, ധോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും 999 രൂപ താഴെ വിലകളിൽ. കൂടാതെ ഏറ്റവും പുതിയ ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കടക്കൽ ദേശീയോത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം. Atlas, affordable fashion destination, Kadakal.